ഓരോരോ പുലിവാലി. നജീബ് ഇവിടെ ഉണ്ടായിരുന്നോ? ഈ സാരി അവതരിപ്പിക്കേണ്ട സ്റ്റൈൽ ഞാൻ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു. ഈ തമിഴ് ഗ്രാമങ്ങളിലെ സ്ത്രീകളെ പോലെ ബ്ലൗസ് ഇടാതെ സാരി വെച്ച് ഏത് അത് കൊള്ളാം. വെരി നൈസ്. അതെ, സാറെന്താ ഇവിടെ? അല്ല, ഞാൻ ഈ മോഡൽസിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി വന്നതാ. അവരെ റിഹേഴ്സൽ ചെയ്തോണ്ടിരിക്കും. ആയിക്കോട്ടെ, റിഹേഴ്സൽ കാണാമല്ലോ. അതൊന്നും കാണാൻ അവർ അനുവദിക്കില്ല. അയ്യോ, അല്ല, ബാംഗ്ലൂരിന്ന് ഇതുവരെ നമ്മുടെ ഷോയ്ക്ക് വേണ്ടി വന്നിട്ട് പരിചയപ്പെട്ടില്ലേ മോശമല്ലേ? നജീബ്, അവരെ എനിക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താ ചെയ്യാം. പക്ഷെ റിഹേഴ്സൽ ഒന്ന് കഴിഞ്ഞ് അവരൊന്ന് അണിഞ്ഞൊരുങ്ങിക്കോട്ടെ. അത് മതിയോ? മതി. സാർ എന്നാ ഓഡിറ്റോറിയത്തിലോട്ട് തന്നെ അവിടുത്തെ അറേഞ്ച്മെന്റ്സ് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തുന്നുണ്ടെങ്കിൽ സാർ ഒന്ന് പറഞ്ഞേ. ഞാൻ പരിചയപ്പെടുത്തരാം. കാഞ്ചീപുരത്തെ എല്ലാ സിൽക്ക് കമ്പനി ഓണേഴ്സും വരുന്നതാ. അവരെ ഫുൾ മേളത്തോടെ വേണം സ്വീകരിക്കാൻ. അതൊക്കെ അടിപൊളിയാക്കും, സാറ് നോക്കൂ. അല്ല, ആ ലേഡീസിന്റെ മേളക്കാരൊന്നും ഇതുവരെ എത്തിയില്ലല്ലോ. ഇപ്പൊ തന്നെ മണി 5 ആയി. ഷാർപ്പ് 7 മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യേണ്ടതാ. കൃത്യം 7 മണിക്ക് മേള സ്റ്റാർട്ട് ചെയ്തിരിക്കും. സോറി മിസ്റ്റർ CM, താങ്കൾ ഉടനെ ട്രാവൽസിൽ ചെന്ന് ആ കാർ എടുത്തിട്ട് വനിതാ മേളക്കാരെ മുഴുവൻ പിക്ക് ചെയ്തോളൂ. പ്രേമേന്ദ്രൻ എന്ന കാർ കൊടുക്കാൻ വേണ്ടി ട്രാവൽസിൽ അതൊക്കെ ഓക്കെ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. ഞാനോ? 1 സെക്കൻഡ്. ഓ, എന്താടേ? എന്താ നജീബ്, എനിത്തിങ് റോങ്? നത്തിങ്. സാർ ഓഡിറ്റോറിയത്തിലോട്ടല്ലേ? നീ ഇവിടെ തന്നെ കാണണം. അതെ, ഞാൻ മാനേജറായി ചാർജ് എടുത്തിട്ട് ഫസ്റ്റ് ഇവന്റ് ആണ്. ഓക്കെ, അടിപൊളി ആയിരിക്കണം. അടിയുടെ കാര്യം ഉറപ്പായി. പൊളിയുടെ കാര്യം നജീബ് തിരിച്ചു വന്നാലേ പറയാൻ പറ്റൂ. വാട്ട്? അയ്യോ, ഇതൊന്നും ആയിട്ടില്ല. തുടങ്ങാൻ പോന്നേ ഉള്ളൂ. അവനൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ. ആ പട്ടര് മഠത്തിൽ നജീബ് അവൻ വിവരമില്ലാണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടണമെന്ന് വെച്ച് നീ ഇങ്ങനെ തുള്ളാൻ തുടങ്ങിയാലോ? എന്തായാലും നമ്മുടെ കുട്ടിയില്ലേ അവന്റെ കൂടെ? അമ്മേ, നമുക്കിനി അങ്ങനെ ഒരു കുട്ടിയില്ല. ഇത് ഞാനും നജീബും തമ്മിലുള്ള പോരാ. അമ്മ ഇതിൽ ഇടപെടണ്ട. ഈശ്വര, എന്തൊക്കെ പുകില ഉണ്ടാകാൻ പോണേ എന്റെ തിരുമാന്താൻ കുന്നിലമ്മേ. നിങ്ങളോട് കൊട്ടാൻ പറഞ്ഞത് ഞാനാ. നിർത്താനും ഞാൻ പറയും. ഇവരോട് കൊട്ടാനും നിർത്താനും പറയാനുള്ള അവകാശം എനിക്കാ. നിന്റെ അവകാശമൊക്കെ ഗേറ്റിന് പുറത്ത്. അഡ്വാൻസ് കൊടുത്ത് ഇവരെ ഏർപ്പാടാക്കിയത് ഞാനാ. ആൾമാരാട്ടം നടത്തി തട്ടിക്കൊണ്ടുവന്ന് ഗേറ്റിനകത്ത് വെച്ച് കൊട്ടിക്കാൻ നിനക്കെന്ത് അവകാശം? അച്ചുവേട്ടൻ 2 കൂട്ടരോടെ ചങ്ങാത്തം. ഒന്ന് നല്ല ചട്ടമ്പിമാരോടും മറ്റൊന്ന് നല്ല ചെണ്ടക്കാരോടും. ഇവരാര് മംഗലശ്ശേരി നീലകണ്ഠന? അല്ല, ചതിയന്മാരുടെ ചങ്കിന് കൊമ്പ് കോർക്കുന്ന കളരിക്കൽ അച്യുതൻകുട്ടി. പോര് വിളിച്ചാ പിന്നെ ആണുങ്ങളെ പോലെ പൊരുതി ജയിക്കണം. അല്ലാതെ കള്ള ചുവട് വെച്ച് ആരെയും അടിയറവ് കുറയിക്കാമെന്ന് കരുതണ്ട. ഒരു മത്സരമാകുമ്പോ പല തന്ത്രങ്ങളും പയറ്റി നോക്കും. അത് പതിവാ. ഈ തോൽവി സമ്മതിക്കാൻ മനസ്സില്ലാത്തവർക്ക് അത് വലിയ ചതിയായിട്ടും കള്ളച്ചുവടായിട്ടും ഒക്കെ തോന്നും. ആ പേരും പറഞ്ഞ് ഈ കാണിച്ചത് ശുദ്ധ ഫൗളാ. ഫൗൾ ആദ്യം കാണിച്ചത് നീയല്ലേ? മുള്ളിനെ മുള്ളുകൊണ്ടെടുത്താണ് അച്ചുവേട്ടന്റെ ഒരു സ്റ്റൈൽ. നിന്റെ മുള്ളിക്കലി ഞാൻ അവസാനിപ്പിച്ചുതരാം. ഈ ഇവന്റ് ഒന്ന് കഴിഞ്ഞോട്ടെ. അതിപ്പോഴേ കഴിഞ്ഞില്ലേ? അയ്യടാ, ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. തോറ്റു എന്ന് സമ്മതിക്കാൻ മനസ്സില്ലെങ്കിൽ വേണ്ട എന്ന് കരുതി കളി അവസാനിപ്പിച്ചു എന്ന് കരുതണ്ട. ഇന്നല്ലെങ്കിൽ നാളെ അച്യുതൻകുട്ടിയെ കൊണ്ട് അടിയറവ് പറയിപ്പിച്ച ഈ നജീബ് അടങ്ങൂ. പക്ഷേ 7 മണിക്ക് മുമ്പ് ഇവരെ അവിടെ എത്തിച്ചില്ലെങ്കിൽ ഈ നജീബ് ആരാണെന്നറിയും. പന്നി. എന്നാ മേളം തുടങ്ങാൻ പറയട്ടെ. വേണ്ട, അവരെ വിട്ടുകൊടുത്തേക്ക്. വിട്ടുകൊടുക്കാനോ? എടാ, അവനെ ഈ മുറ്റത്ത് വരുത്തി ചെയ്ത കള്ളത്തരം പൊളിക്കണമെന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അത് നടന്നു. ഇനി ഇവന്റ് നടത്താതിരിക്കുക എന്തോ ചെയ്തോട്ടെ. ജയിച്ചു എന്നും പറഞ്ഞ് വീമ്പിളക്കിക്കൊണ്ടുവരില്ലല്ലോ. ഏയ്, അച്ഛൻ എന്ത് പറഞ്ഞാലും ശരിയാണ്. ഇവരെ പറഞ്ഞു വിട്ടിട്ട് അവരെ കൊണ്ട് ആ പരിപാടി നടത്തിക്കണ പ്രശ്നമില്ല. എന്നാ ഒരു കാര്യം, നേരം വെളുക്കോളം എവരെ എവിടെ നിർത്തി കൊട്ടിച്ചോ. എന്നിട്ട് പേയ്മെന്റും കൊടുത്ത് വിട്ടേ. കാലത്ത് നിന്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ കട്ടി. എല്ലാവരും വണ്ടി കൊണ്ട് ചെണ്ട കയറി. ചെണ്ട കൊണ്ട് വണ്ടി കയറിക്കോ. ശരി, പോ പോ പോ. ആ പ്രോപ്പർട്ടീസ് എല്ലാം ഇറക്കി ഷെഡിനകത്തോട്ട് വെച്ചോ. സൂക്ഷിച്ചു വേണം. ശരി. എന്തുവാടേ ഇത്? എല്ലാം അഴിച്ചെടുത്തോണ്ട് വെളുപ്പിനെ എത്താന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണോ വരുന്നത്? അതെങ്ങനെ? ഇന്നലെ ഇവന്റ് കഴിഞ്ഞ് എന്തായിരുന്നു പൂരം? അടിച്ച് പൂക്കുറ്റിയായിട്ട് കിടന്ന് ഉറങ്ങിയിടത്ത് എണീപ്പിക്കാൻ പറ്റ പാട്. ഇവന്മാര് ഇവരെന്നെ എണീപ്പിച്ച കാര്യം പറഞ്ഞത്. ലേശം ഓവറായി പോയി. സാധനം ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. പ്രോഗ്രാമിന്റെ സെറ്റപ്പിനെ കുറിച്ച് ഭയങ്കര അഭിപ്രായം. നജീബിന്റെ വിരട്ട് അച്യുതൻകുട്ടിക്ക് ശരിക്കും ഏറ്റെന്നാ പറഞ്ഞത്. അല്ലേ ഫിലിപ്പോച്ചാ?
ഏറ്റില്ലെങ്കിൽ പിന്നെ അച്ചുവേട്ടനാ മേലക്കാരെ പറഞ്ഞിടുമെന്ന് തോന്നുന്നുണ്ടോ? കറക്റ്റ്. നാളെ തന്നെ അച്യുതൻ കുട്ടിയുടെ ഓഫീസ് പൂട്ടിച്ച് ആ PM മീശ പഠിപ്പിച്ച് പൊട്ടും കുത്തിച്ച് നാട്ടുകാരുടെ മുന്നിൽ കൂടെ ഏയ് നടക്കൂല. നടത്തിക്കും. അവനെ നടത്തിക്കുന്ന കാര്യമല്ല, പിന്നെ അച്യുതൻകുട്ടിയുടെ ഓഫീസ് പൂട്ടുന്നത് നടക്കൂല. അതെന്താ? നമ്മൾ ജയിച്ച ഓഫീസ് പൂട്ടിക്കൊള്ളാന്ന് അവൻ വെല്ലുവിളിച്ചല്ലേ? അതിന് നമ്മൾ ജയിച്ചു എന്ന് അവൻ സമ്മതിക്കണ്ടേ? എന്താ സമ്മതിച്ചാല്? കള്ളത്തരം കാണിച്ചാണ് ഈ ഓർഡർ തട്ടിയെടുത്തതെന്ന് അച്യുതൻകുട്ടിക്ക് അറിയാം. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ആൾമാറാട്ടം നടത്തി ഓർഡർ പിടിക്കുന്നത് ഫൗളാണെന്ന്. ഇപ്പൊ ചായ കുടിച്ചാൽ ശരിയാവില്ല. പിരിയും. നീ ഉറപ്പുണ്ട്. നമ്മൾ ഏറ്റെടുത്ത ഇവന്റ് ഗംഭീരമായി. പിന്നെ ഇനി നോക്കിയോ, ഫ്രണ്ട്സ് ഗ്രൂപ്പിനെ തോൽപ്പിക്കാൻ പറ്റിയ ഇവന്റുകൾ നടത്താൻ നമ്മളെ അന്വേഷിച്ച ആളുകൾ ഇങ്ങോട്ട് വരും. പറഞ്ഞ് നാവെടുത്തില്ല. അതിനു മുമ്പ് കോളുമായിട്ട് ആരോ എത്തി. നമ്മുടെ ബെസ്റ്റ് ടൈപ്പ്. ഈശ്വരാ, ബാലുമാമ. ചേട്ടാ ഇതൊന്ന് പിടിച്ചേ. ബാലമാമേ, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ മോളെ? സുഖമായിട്ടിരിക്കുന്നു. ഇതേതാ ഈ അവതാരം? ആതിരയുടെ ഒരേ ഒരു അമ്മാവന് ബാലകൃഷ്ണൻ നായർ, ബാലാജി എന്ന് വിളിക്കും. ഈ തമിഴ് തെലുങ്ക് സിനിമകളിലെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ. സുനാമി വരും പോലെയാ, എപ്പോഴാ വരുന്നത് എപ്പോഴാ പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പോകുമ്പോ എല്ലാം കൂടെ തൂത്തുവാരിക്കൊണ്ട് പോകും. ഏയ് കുഴപ്പക്കാരനൊന്നുമല്ല, ശുദ്ധനാ. അല്ല, സുനാമി എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ. എന്നടാ നീ ഇപ്പിടി പാക്കറേ? അല്ല, ബാലമാമ ഇങ്ങോട്ടൊക്കെ വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. ആലപ്പുഴയിലെ ഷൂട്ടിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് നാം വന്നത്. ഒരു തമിഴ് പടം ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ മറ്റന്നാ വരും. ഞാൻ നേരത്തെ ഇങ്ങോട്ട് വന്നു. എല്ലാവരെയും ഒന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുടിച്ചിട്ട് പോകാന്ന് മുടിച്ചിട്ട് പോവാനാ? മുടിച്ചിട്ടെന്ന് പറഞ്ഞ തീർത്തു എന്നർത്ഥം. ഞാൻ വിചാരിച്ചു മുടിച്ച്. നീ എന്തിനാ അങ്ങനെ വിചാരിക്കണേ? ഇവൻ ഏതാ? ഞാൻ നജീബിന്റെ ഫ്രണ്ടാ. വണ്ടി കയറാണ്ട് കുറച്ച് ബാക്കിലേക്ക് മാറിക്കടാ. ഈ ഗേറ്റിന്റെ മുമ്പിൽ കൂടെ വേണല്ലോ കളരിക്കിലേക്ക് പോകാൻ. അപ്പോ ഇവിടെ കയറി നിങ്ങളെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു ഞങ്ങളോടൊക്കെ ദേഷ്യമായിരിക്കും. എതുക്കടി? അല്ല, ഇവിടെ നടന്ന പ്രശ്നങ്ങളൊക്കെ അറിയുമ്പോ ഒക്കെ അറിഞ്ഞിട്ട് തന്നെ ഞാൻ വന്നത്. ഏത് ആണിന് ഏത് പെണ്ണാന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല, ഈശ്വരനാ. അത് തന്നെയാണ് ഞാനും പറയുന്നത് അമ്മാവ. കൈയെടുക്ക്. നീ കെട്ടിയതാ? അല്ല. എന്തേ? ഈശ്വരൻ ഒരുപാട് കഷ്ടപ്പെട്ടു. മനസ്സിലായില്ല. നീ വളരെ ചീപ്പായിട്ടുള്ള സാധനമാണല്ലോ കഴിച്ചില്ല. ഇതൊക്കെ ഗവൺമെന്റ് നിർത്തിന്ന് പറഞ്ഞിട്ട് ഇനി ഒന്നുമില്ല. അയ്യേ വന്നേ. വാറ്റപ്പ് ഇവിടെ കിട്ടൂല്ലേ? നീ എവിടേക്കാ ഈ പായണേ? നിക്ക്, ഞാനൊന്ന് ചോദിക്കട്ടെ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അത് ரொம்ப നല്ല ഐഡിയ. സീക്രട്ട് എടുത്തിട്ട് വാ. അച്ചൂട്ടി ഇപ്പോഴും അടങ്ങിയിട്ടില്ല അല്ലേ? എങ്ങനെ അടങ്ങും? ഞാനിവിടെ തട്ടിക്കൊണ്ടു പോകുന്നാണല്ലോ എല്ലാരും ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്താ അങ്ങനെയല്ലേ? അല്ല, സത്യം ബാലമാമ എങ്കിലും അറിയണം. നീ പറയ്. പുഴയെ ചാടി ചാകാൻ ഒരുങ്ങിയെടുത്തുനിന്ന് രക്ഷിച്ചോണ്ട് വന്നതാ ഞാൻ. ഈശ്വര, എന്താ ഞാനീ കേക്കണേ? അല്ല, അവളെയും കുറ്റം പറയാൻ പറ്റില്ല. എത്ര പേരുടെ മുന്നിലാ കെട്ടിയൊരുങ്ങി ചായയും പലഹാരം കൊണ്ട് നിൽക്കുന്നത്. ജാതകത്തില് വൈധവ്യ ദോഷമുള്ള പെണ്ണിനെ ആർക്കും വേണ്ട. അവള് കാരണം ഏട്ടന്റെ കല്യാണം കൂടെ നീണ്ടുപോയല്ലോ എന്ന് ഓർത്തിട്ടാ ആ കടുങ്കൈ ചെയ്യാൻ പോയത്. എനിക്കൊരു ജീവിതം തരാൻ നജീബിക്ക് പറ്റുമോ എന്ന് ചോദിച്ച് കരഞ്ഞപ്പോ പിന്നൊന്നും നോക്കിയില്ല, കൂടെ കൊണ്ടുവന്നു. എനിക്കെന്ത് നക്ഷത്രവും ജാതകവും? ഇതൊക്കെ നിനക്ക് അച്ചൂട്ടിയോട് പറഞ്ഞുകൂടായിരുന്നു? ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിന്നൊക്കെ അവനോട് എങ്ങനെയാ പറയുന്നത്? ഇനി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കോംപ്രമൈസ് ആക്കാമെന്ന് വെച്ച് അടുത്തോട്ട് എന്നാ കൊമ്പും കുലുക്കിക്കൊണ്ട് കൊലവിളി നടത്തുകയല്ലേ. ഒക്കെ കേട്ടു. കഷ്ടായേട്ടോ. ഞാൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അവന്റെ ഈ വാശിയൊക്കെ മാറും. പെണ്ണ് കെട്ടാൻ പോലും അവൻ സമ്മതിക്കുന്നില്ല, പിന്നല്ലേ കൊച്ചുണ്ടാവുന്നു. അവന് കൊച്ചുണ്ടാവണ കാര്യല്ല, നിങ്ങൾക്കൊരു കൊച്ചുണ്ടാവണ കാര്യ. അതെങ്ങനെയാ? ഏട്ടനൊരു പെണ്ണിന്റെ കഴുത്തി താലി കെട്ടിയിട്ട് മതി നമുക്കൊരു കുടുംബജീവിതം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നടക്കുകയല്ലേ ഇവിടെ ഒരാള്. അപ്പൊ ഇതുവരെ നിങ്ങളുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞില്ലേ? ശാന്തി മുഹൂർത്തോ? ഫസ്റ്റ് നൈറ്റ്. അത് പിന്നെ ഞങ്ങളോടുള്ള പക കൊണ്ടാണല്ലോ ഒരു കുടുംബജീവിതം വേണ്ടാന്ന് പറഞ്ഞ അച്യുതൻകുട്ടി വാശി പിടിച്ചു കിടക്കുന്നത്. അതുകൊണ്ടാ ഞാൻ. ഇതിലും ഭേദം ജാതകദോഷായിട്ട് ഇവള് കളരിക്കൽ തന്നെ നിൽക്കുന്നതായിരുന്നു നല്ലത്. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. അവന്റെ വാശിയും വൈരാഗ്യമൊക്കെ മാറ്റാമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ ധൈര്യമായിട്ടിരിക്കും. ഇപ്പൊ ഷൂട്ടിംഗ് തുടങ്ങാൻ പോണ സിനിമ റിലീസ് ആകുന്നതിന് മുമ്പ് അവൻ പെണ്ണ് കെട്ടിയിരിക്കും. ഈ മുറ്റത്തൊരു കുഞ്ഞു കാല് ഓടി കളിക്കണത് ഞാൻ കാണുകയും ചെയ്യും. ബാലമാമയാ പറയണേ. എന്റെ തിരുമാന്താംകുന്നിലമ്മേ, ഇതൊന്നും അറിയാതെ എന്റെ കുട്ടി എത്ര പ്രാഗിരിക്കണോ ഞാൻ. ഈശ്വരന്റെ മുന്നിൽ ജാതിയും മതമൊന്നുമില്ല, മനുഷ്യനേ ഉള്ളൂ. ഇനിയാവത് വാശിയും വൈരാഗ്യമൊക്കെ അവസാനിപ്പിച്ച് അത് നിങ്ങളെ അനുഗ്രഹിക്കാ വേണ്ടത്. എനിക്കപ്പോഴേ തോന്നി ഒന്നുമില്ലാതെ നജീബിക്ക് അങ്ങനെയൊന്നും ചെയ്യില്ലാന്ന്. എന്നാൽ അപ്പോഴേ നീ പറയണ്ടേ നിന്റെ ഏട്ടനോട്? അത് പിന്നെ എന്താ ഒരു ഗൂഢാലോചന, ഒരു ചർച്ച? അച്ചു നമ്മൾ വിചാരിച്ച പോലെ അല്ല കാര്യം. നജീബ് ആതിരയെ അവന്റെയോ അവളുടെയോ കാര്യം ഈ വീട്ടിനകത്ത് കേട്ടു പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മയോട്? പുകഞ്ഞ കൊള്ളി പുറത്ത്, അത്ര തന്നെ.
അതെങ്ങനെയാ പുകഞ്ഞേന്ന് നീ അന്വേഷിച്ചിട്ടുണ്ടോ? എനിക്ക് അതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല അമ്മാവ. മുഖത്തായ കരി തേച്ചിട്ടും കുളിച്ചിട്ടും പോണില്ല. ദാ, ഇതാ ഇപ്പോഴത്തെ പ്രകൃതം. മൂക്കത്താ ശുണ്ടി. ഓപ്പോള് വിഷമിക്കണ്ട, അതൊക്കെ പറയേണ്ട വിധത്തിൽ പറഞ്ഞ് ഞാൻ അവനെ സമ്മതിപ്പിച്ചോളാം. ആ PM എന്ന് പറഞ്ഞവനെ ഇത്തിരി പൂജാസാധനങ്ങൾ വാങ്ങാൻ വിട്ടിട്ടുണ്ടായിരുന്നു. അവൻ എല്ലി പോയിതരേ. നിന്റെ മിക്സിംഗ് കറക്റ്റ് ആണോ നോക്കിയേ? അപ്പൊ നീ എന്റെ മിക്സി പഠിച്ചു അല്ലേ? എന്ത് കാര്യം ഒറ്റത്തവണ കണ്ടാ മതി ഈ PM-ന്. നീ റൊമ്പ ഗട്ടിക്കാരൻ. ഞാൻ കെട്ടിട്ടൊന്നുമില്ല. എടാ, ഗട്ടിക്കാരൻ എന്ന് പറഞ്ഞ സാമർത്ഥ്യക്കാരൻ എന്നർത്ഥം. ഓ, ആ കെട്ടിക്കാരൻ. ആ, അപ്പൊ നമ്മ പറഞ്ഞു നിർത്തിയതെങ്കേ നാഗർകോവിൽ തെലുങ്ക് പടത്തിന്റെ ഷൂട്ടിംഗ്. ആ, കോവിലിൽ ഏതോ കല്യാണം കാണുന്ന ഹീറോയും ഹീറോയിനും. കറക്റ്റ്. കറക്റ്റ്. ഹീറോയും ഹീറോയിനും റെഡി. അവര് കാണുന്ന കല്യാണത്തിനുള്ള പെണ്ണും റെഡി. പക്ഷെ ചെറുക്കനായിട്ട് അഭിനയിക്കാൻ കൊണ്ടുവന്നവനെ ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഡയറക്ടർ കോദാണ്ഡരാമറെഡ്ഡി എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ബാലാജി, നീ കല്യാണ ചെറുക്കനായിട്ട് അഭിനയിക്കുന്ന ഒരു ഓർഡർ. അന്ന് ഞാൻ ഇതുപോലെ ഒന്നുമല്ല, ഇതിലും പൂസായിരുന്ന സ്മാർട്ടായിരുന്നു. ശിവാജി ഗണേശനില്ലേ അതുപോലെ. പിന്നെ ഒന്നും നോക്കിയില്ല, കേറി നിന്ന് താലി കെട്ടി ഫസ്റ്റ് ടേക്ക് ഓക്കെ. ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞാൻ പുറപ്പെടാൻ ഒരുങ്ങുമ്പോ ദേവരനു. ആര്? ഞാൻ താലി കെട്ടിയ പെണ്ണിന്റെ ചേട്ടൻ രാമകൃഷ്ണനും നാട്ടുകാരും. എന്തിന്? കെട്ടിയ പെണ്ണിനെ ഇവിടെ ഇട്ടുകൊണ്ട് പോയാ കൈയും കാലും വെട്ടുന്നു പറഞ്ഞ് എന്റെ ക്യാമറയും ബാഗും അവര് പിടിച്ചെടുത്തു. അപ്പൊ ആ പെണ്ണ് നടിയായിരുന്നില്ലേ? ഏയ്, ഷൂട്ടിംഗ് കാണാൻ വന്ന ആ പെണ്ണിനോട് എന്തൊക്കെയോ പറഞ്ഞ് വേഷം കിട്ടിച്ചത് ആ പ്രൊഡക്ഷൻ മാനേജർ തെണ്ടി. എന്നിട്ട് എന്താ, ശാന്തി മുഹൂർത്തം കഴിഞ്ഞ് ഞാൻ നാടുവിട്ടു. ശാന്തി മൂത്രോ? ഫസ്റ്റ് നൈറ്റിംഗ്. പിന്നെന്തിനാ അവിടുന്ന് പോന്നത്? അവിടെ തന്നെ കൂടായിരുന്നില്ലേ? അതെങ്ങനെയാ? അന്ന് എനിക്ക് നാട്ടിലൊരു ഭയങ്കര പ്രേമുണ്ടായിരുന്നു. എന്നിട്ട് അവരെന്ത് കെട്ടാഞ്ഞത്? സിനിമാക്കാരന് പെണ്ണ് കൊടുക്കില്ല എന്ന് പറഞ്ഞ് അവളുടെ തന്ത വേറൊരുത്തനെ കൊണ്ട് അവളെ കെട്ടിച്ചു. എന്നാ പിന്നെ തിരിച്ച് നാഗർകോവിലേക്ക് പോകായിരുന്നില്ലേ? ചെന്നാൽ അവരെന്റെ കൈയും കാലും തല്ലി ഒടിച്ച് അവിടെ ഇടും. പിന്നെ ഒരിക്കലും അവരെ കണ്ടിട്ടേ ഇല്ല? ഒരുപാട് സ്ഥലത്ത് ഞാൻ അവരെ അന്വേഷിച്ചു, പിന്നെ ഞാൻ അവരെ കണ്ടിട്ടില്ല. അന്ന് മുതൽ ഈ ക്യാമറയും തൂക്കി അലയാൻ തുടങ്ങിയതാ അശ്വത്ഥമാവിനെ പോലെ. ഓ, ഫ്ലാഷ് ബാക്ക് ആയിരിക്കും. നാറുകോൽ. അതേടാ, നീ ഇരിക്കേ. വേണ്ട വേണ്ട, ഞാനൊരു 1000 തവണ കേട്ട് ബോറടിച്ചതായി കഥ. 1000 അല്ല, 10,000 തവണ കേക്കണം. എന്നാലേ ഭാര്യയും കുട്ടികളും കുടുംബവും ഇല്ലാണ്ടായാൽ എന്താന്നുള്ള നൊമ്പര അറിയൂ. എന്ത് നൊമ്പരം! വീണടം വിഷ്ണു ലോകമെന്നും പറഞ്ഞ് പറന്ന് നടന്നൂടെ? സുഖല്ലേ? സുഖം പുറത്ത് നിൽക്കണവർക്ക് അങ്ങനെ തോന്നും. പക്ഷേ ഉള്ളിലെരിയണ തീ ആരും കാണില്ല. അതുകൊണ്ടാ പറയണേ, ഈ ബാലമാമയുടെ ഗതി നിനക്കുണ്ടാവരുത്. നിനക്കെന്നല്ല, ആർക്കുണ്ടാവരുത്. ഞാനൊരു സത്യം പറയാം, വെള്ളടിച്ചിട്ട് പറയാണെന്ന് വിചാരിക്കരുത്. അമ്മാവൻ പറയും. നജീബ് നമ്മുടെ ആതിരക്കുട്ടിയെ. വേണ്ട, അതൊഴിച്ച് അമ്മാവന് വേറെ വല്ലതും പറയാനുണ്ടോ? ഇതൊഴിക്കട്ടെ. ഒഴിക്കടാ. ഇവനോട് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചിട്ടേ ഇവനെ ഞാൻ വിടും. ഒഴുക്കി. വെള്ളമൊന്നും വേണ്ട. ആരാ ഈ നേരത്ത്? പൈലിപ്പിള്ളയും അയാളുടെ ഗുണ്ടകളുവാ. ആരാ പൈലിപ്പിള്ള? ചിട്ടിക്കമ്പനി മുതലാളിയാ. പിന്നെ കൊട്ടേഷൻ കൊടുക്കും. കൊട്ടേഷനാ? ആരുടെങ്കിലും കയ്യും കാലും തല്ലി ഓടിക്കണ, വണ്ടി കയറ്റി കൊല്ലണ, ഇവന്മാരെ ഏൽപ്പിച്ചാ മതി. ഓരോന്നിനും പ്രത്യേകം റേറ്റാ. അതെ, അങ്ങനെ അങ്ങ് ഏറ്റാ മതി. അച്യുതൻകുട്ടി പറഞ്ഞാ പിന്നെ പൈലിപ്പള്ളിക്ക് പിന്നെ എന്നതാ, അതങ്ങ് അനുസരിച്ചിരിക്കും അക്ഷരം പ്രതി. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ടോ. ഓ, വണ്ടി ഇടറാ. ഈ പൈലിപ്പിള്ളി ആയിട്ട് അച്ചൂട്ടിക്ക് എന്താ ഇടപാട്? നജീബിന്റെ കയ്യോ കാലോ തല്ലി ഓടിക്കാൻ കൊട്ടേഷൻ കൊടുത്തായിരിക്കും. എന്റെ പരദൈവങ്ങളെ, ഇവന്റെ പകയൊന്ന് അടങ്ങാൻ എന്തെങ്കിലും വഴി കാണിച്ചു തരണേ.